ലോകമെമ്പാടും ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. മന്ത് ഓഫ് വിക്ടറി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലൂടെ വിജയത്തിൻ്റെ നാളുകൾ, വിജയത്തിൻ്റെ ദൂതുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മാസക്കാലം മുഴുവൻ നിങ്ങളുടെ ലിവിങ് റൂമിൽ, നിങ്ങളുടെ ഗാഡ്ജറ്റ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹവും ജീവിതത്തിൽ വിജയവും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സക്സസ് ആണ്, വിജയമാണ്. ഏതൊരു പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ നോക്കിയാലും മനുഷ്യൻ്റെ ആഗ്രഹം സക്സസ്. ഞാൻ ചെയ്യുന്ന ബിസിനസ് വിജയിക്കണം, എൻ്റെ വിദ്യാഭ്യാസം വിജയിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൃഷി നല്ലപോലെ വിതച്ച് അതിന് വിളവുണ്ടാകണം. ഏതൊരു കാര്യത്തിനാണെങ്കിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് വിജയിക്കണം, സക്സസ് ആകണം. കഴിഞ്ഞ ആഴ്ചകളൊക്കെ സ്പോർട്സിൻ്റെ തരംഗങ്ങളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കണം, ഞങ്ങളുടെ ടീം വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടുള്ള ആ ഒരു സ്പോർട്സ് സ്പിരിറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ ലോകത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് വിജയമാണ്. ആരും തോൽവി ആഗ്രഹിക്കുന്നില്ല. ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കോ, കുടുംബജീവിതം നോക്കിക്കോട്ടെ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ വിജയകരമായ ഒരു കുടുംബജീവിതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ മനുഷ്യൻ സക്സസ് ആഗ്രഹിക്കുന്നു, വിജയം ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ വിജയം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോഴാണ് വിജയിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ ആഘോഷിക്കുന്ന വിജയം എന്ന് പറയുന്നത് അവൻ നഷ്ടങ്ങളിലും വിജയം ആഘോഷിക്കുന്നവനാണ്, പ്രതിസന്ധിയിലും അവൻ വിജയം ആഘോഷിക്കുന്നവനാണ്. അതെങ്ങനെയാണ് കഴിയുന്നത്? ലോകപ്രകാരം ഒരു മനുഷ്യൻ തോറ്റു കഴിഞ്ഞാൽ അവൻ ഭാഗ്യമില്ലാത്തവൻ എന്നാ പറയുന്നത്. പക്ഷേ ജയിച്ചവനെ കുറിച്ച് പറയും അവൻ ഭാഗ്യവാനാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പറയും. പക്ഷെ ദൈവവേദനെ സംബന്ധിച്ച് നേരെ അത് ഓപ്പോസിറ്റാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അവൻ ജയിച്ചവനെന്ന് പറയുക എന്നുള്ളതാണ് ദൈവികമായ വിജയം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ വിജയം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം സ്വയമായി നേടിയ വിജയമാണ് അദ്ദേഹം ആഘോഷിക്കുന്നത്. ഒരു വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കുട്ടി, അവൻ പഠിച്ച് കഷ്ടപ്പെട്ട് അവൻ പരീക്ഷ എഴുതി വിജയിക്കുന്നു. ഒരു ബിസിനസ് ചെയ്യുന്നവൻ അവൻ്റെ കാശ് മുടക്കി അവൻ സ്വയമായിട്ട് അധ്വാനിച്ച് വിജയിക്കുന്നു. സ്പോർട്സിൽ കളിക്കുന്നവൻ അവൻ അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് കളിച്ച് അവൻ ജയിക്കുന്നു. പക്ഷേ ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ്റെ വിജയം എന്ന് പറയുന്നത് അവൻ സ്വയം നേടിയെടുക്കുന്ന വിജയമല്ല. അവൻ്റെ വിജയം മറ്റൊരാൾ നേടിയ വിജയം അവൻ കരസ്ഥമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജയിച്ച വിജയം, ക്രിസ്തുവിലാകുന്നവൻ ആ വിജയം സ്വന്തമാക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തീയ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി ഒരുവൻ ജയിച്ചു, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഒരുവൻ ജയഘോഷം കൊണ്ടാടി. ആ ഒരു വിജയത്തെയാണ് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ആഘോഷിക്കുന്നത്. ദൈവമക്കളെ, അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഈ ലോകം പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ വിജയം മുന്നോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കൂടെ ഇന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വചനം എടുത്ത് അത് നോക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടണം. വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ആരും ഉദാസീനരായിരിക്കരുത്. നിങ്ങളായിരിക്കുന്ന ആ വീടിനകത്ത്, ആ മുറിക്കകത്ത്, നിങ്ങളുടെ ബസ്സിൽ, ഹോസ്പിറ്റലിൽ, എവിടെയായിക്കോട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ചില വിഷയങ്ങൾ ദൈവം നമുക്ക് വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തെ എന്നും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വിജയം നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ആയിരിക്കാം. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. അതിന് ആധാരമായി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 55-ാമത്തെ വാക്യം
ഞാൻ ഒന്ന് വായിക്കാൻ 56 വാക്യം, 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15 55 56 57 3 വാക്യങ്ങൾ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഈ ജയത്തിൻ്റെ പ്രത്യേകത കണ്ടോ? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേടിയ ജയമല്ല, നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ പഠിപ്പുമല്ല ഈ ജയത്തിൻ്റെ പുറയിലുള്ളത്. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ജയത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഈ ലോകത്തിൽ ഒരിക്കലും നമുക്ക് നേടുവാൻ കഴിയാത്ത ജയം, മാനുഷികമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ജയം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ, ആ കാൽവറിയിലെ ജയം നമുക്കും ആ ജയം കൊണ്ടാടുവാൻ, ആ ജയം ആഘോഷിക്കുവാൻ, ആ ജയത്തിന് പങ്കാളികളാകുവാൻ കർത്താവ് നമുക്കിടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൽ മനുഷ്യരായി ജനിച്ച ഒരു വ്യക്തികളും നമുക്ക് ശത്രുക്കളല്ല. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഈ ലോകത്തിൽ മനുഷ്യരോട് നമുക്ക് ശത്രുതയില്ല, മൃഗങ്ങളോട് നമുക്ക് ശത്രുതയില്ല, ഒരു പാർട്ടിക്കാരോട് ഒരു മതക്കാരോട് നമുക്ക് ശത്രുതയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കളെന്ന് പറയുന്നവരെ പോലും നമ്മൾ സ്നേഹിക്കണമെന്നാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ശത്രുക്കളെന്ന് പറയുന്നത് 4 കാര്യങ്ങളേ ഉള്ളൂ. സ്തോത്രം. അതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ ജയം നമ്മൾ പ്രാപിക്കണം. അതിൽ ജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. 4 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ നമ്മൾ ചിന്തിക്കേണ്ടത്, സ്തോത്രം, ലോകമെന്ന ശത്രു. സ്തോത്രം. 4 കാര്യങ്ങളും ഞാൻ ആദ്യമേ ലോകം, പാപം, പിശാച്, മരണം. ഇത് 4 ശത്രുതയാണ് നമുക്ക്. ലോകം, പാപം, പിശാച്, മരണം. സ്തോത്രം. ഇത് 4 ഒരു മനുഷ്യൻ്റെ നേരെ ഈ കാലഘട്ടത്തിൽ അവൻ്റെ ഹല്ലേലൂയ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്. ഒരു ദൈവ പൈതലിനെ ഇല്ലാതാക്കാൻ, അവൻ്റെ തോൽവിയിലേക്ക് കൊണ്ടുപോകുവാൻ, അവൻ്റെ ജീവിതത്തെ നിരാശയിലേക്ക് കൊണ്ടുപോകുവാൻ, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുവാൻ, പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് ഉപയോഗിക്കുന്ന 4 വഴികളാണ് ഞാനിവിടെ വായിച്ചത്. ലോകം, പാപം, പിശാച്, മരണം. സ്തോത്രം. ഈ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത്, സ്തോത്രം, നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയെക്കുറിച്ചല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ഭൂമിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളെക്കുറിച്ചോ അല്ല. സ്തോത്രം. ലോകമെന്ന് പറയുന്നത് ലോകത്തിൽ പിശാചിട്ടിരിക്കുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട്. സ്തോത്രം. അതിനെയാണ് നമുക്ക് ജയിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് 3 പിശാചിൻ്റെ 3 വേരുകളാണ്. അവൻ ദൈവമക്കളെ പിടിക്കാൻ, ലോകത്തിൽ മനുഷ്യനെ പിടിക്കാനിട്ടിരിക്കുന്ന 3 കൊളുത്തുകളാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പോൾ ഈ 3 കൊളുത്തുകളിൽ കൂടെയാണ് പിശാച് മനുഷ്യനെ ചൂണ്ടയിട്ട് പിടിക്കുന്നത്. അവൻ ഒത്തിരി ആക്ടിവിറ്റീസ് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, സ്തോത്രം, കൺമോഹത്തിൻ്റെ കൂടെയുണ്ട്, ജഡഭോഗത്തിൻ്റെ കൂടെയുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപം. ഇത് 3 വ്യത്യസ്തമായ നിലവാരത്തിലാണ് ഒരു മനുഷ്യനെ പിടിമുറുക്കുന്നത്. അപ്പോൾ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചോ ദൈവത്തിൻ്റെ ക്രിയേഷനെ കുറിച്ചോ അല്ല. സ്തോത്രം. പിശാചിൻ്റെ തന്ത്രങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ലോകം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വസിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആദം പാപം ചെയ്തു. ആദം ഹൗവ ദമ്പതിമാർ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലമായി ഈ ലോകത്തിലേക്ക് ഈ പൈശാചികമായ ചൂണ്ടകളെല്ലാം ഒന്ന് കയറി. ഇതിൻ്റെ അകത്ത് ദൈവം ആദ്യം സൃഷ്ടിച്ച സമയം മരണമെന്ന് പറയുന്ന സംരംഭം ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദിയിൽ സൃഷ്ടിപ്പിൽ മരണമെന്ന സംരംഭം ഇല്ലായിരുന്നു. മരണം കയറി വന്നത് പാപം എപ്പോൾ മനുഷ്യൻ ചെയ്തോ പാപത്തിൻ്റെ ശമ്പളമായി മരണം കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ ശത്രു എന്നാണ് ബൈബിളിൽ പാപത്തെക്കുറിച്ച് പറയുന്നത്. അവസാനത്തെ ശത്രു എന്ന് പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവചനം പറയാനുള്ള കാര്യം അതുതന്നെയാണ്. അവസാനം കയറി വന്ന ശത്രു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് ഞാൻ അവസാനം പറയുന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ലോകത്തെ ജയിക്കണം. സ്തോത്രം. ഈ ലോകത്തെ ജയിച്ച ദൈവത്തിൻ്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന നമ്മൾ ലോകത്തെ ജയിക്കണം എന്ന് പറഞ്ഞാൽ, ലോകത്ത് നമുക്ക് യോഗ്യമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് കാണുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ വിശുദ്ധിയോട് ജീവിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. പക്ഷേ ഒരു വെള്ളത്തിൽ വള്ളം കിടക്കുന്നത് പോലെ, വെള്ളത്തിലാണ് വള്ളം കിടക്കുന്നതെങ്കിലും വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ വള്ളം മുങ്ങും. ലോകത്തിനകത്ത് പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും അവൻ ലോകത്തെ ജയിക്കണം. ഇവിടെ ദൈവജനത്തിൽ കാണുന്നത്, സ്തോത്രം, ഈ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിന് 3 കാര്യങ്ങൾ അതിന് അടിസ്ഥാനമായി കിടപ്പുണ്ട്. സൗന്ദര്യം, സമ്പത്ത്, പ്രശസ്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത 2-3 ആയുധങ്ങൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടുന്നു, സമ്പത്തിൻ്റെ പുറകെ ഓടുന്നു, പ്രശസ്തിക്ക് പുറകെ ഓടുന്നു. ഇത് 3ഉം അതിൻ്റെ ഉപഘടകങ്ങളാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ജഡഭോഗം, കൺഭോഗം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുമ്പോൾ അതങ്ങ് മേളിക്കൂടെ അങ്ങ് പോകുന്ന പോലെ തോന്നും. അതല്ല, നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്ന, നമ്മൾ ഡീല് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും നമ്മളെ കീഴ്പ്പെടുത്താൻ പാപത്തിൻ്റെ ശരയമ്പുകൾ പിശാച് അയച്ചുകൊണ്ടിരിക്കും. അത് വ്യത്യസ്തമായ രീതിയിലാണ്. പാപം മനുഷ്യനെ, സ്തോത്രം, എപ്പോഴും നമ്മൾ ചിന്തിക്കണം, പാപം നമ്മളിലേക്ക് വരുന്നത് പാപമാണെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ്. പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് ട്രാവലർ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, വഴിപോക്കൻ എന്നാണ്. വഴിപോക്കനായിട്ടാണ് പാപം കയറി വരുന്നത്. സ്തോത്രം. ഞാൻ പാപത്തെക്കുറിച്ച് അടുത്ത പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിശാച് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, അവൻ വ്യത്യസ്തമായ രീതികൾ മുന്നിൽ കൊണ്ടുവരും. ഈ ലോകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതിനകത്ത് വായിച്ചല്ലോ, പ്രശസ്തി. ഈ പ്രശസ്തി എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു വലിയൊരു ആയുധമാണ്. പ്രശസ്തി, സമ്പത്ത് അവൻ്റെ ആയുധമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളാണ്. സമ്പത്ത് നമുക്ക് ആവശ്യമാണ്, ജീവിക്കാൻ സമ്പത്ത് ആവശ്യമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് സമ്പത്തും സൗന്ദര്യവും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇത് ഓവറായി പോകുമ്പോൾ അതിലേക്ക് പിശാച് ചില റൂട്ടുകൾ കണക്ട് ചെയ്യും. അപ്പോൾ പ്രശസ്തി എന്ന കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കേ. മനുഷ്യന് പ്രശസ്തി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, അവന് ഇന്നത്തെ കാലത്തെ ഈ കാണുന്ന പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ നോക്കിയോ, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, മതത്തിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഈ പ്രശസ്തി എന്ന ആ പൈശാചികമായ റൂട്ടിൽ കൂടെ എത്രയോ സഭകൾ, എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ, എത്രയോ കുടുംബങ്ങൾ ഛിന്നഭിന്നമായിരിക്കുന്നു, മനുഷ്യൻ്റെ ഈഗോ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഓർക്കുക, പിശാച് പല തലത്തിലുള്ള തന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ അവൻ്റെ വീക്ക്നെസ് എന്തെന്ന് മനസ്സിലാക്കി ആ ലോകത്തിൽ അവനെ തളയ്ക്കാൻ, പ്രൈസ് ദി ലോർഡ്, അവൻ അതിനു വേണ്ടി ഏതാണ് വേണ്ടതെന്ന് അവൻ ഉപയോഗിക്കും. ഇനി സമ്പത്തിലാണ് വീഴുന്നതെങ്കിൽ സമ്പത്ത് ഉപയോഗിക്കും. പ്രശസ്തിയിലാണെങ്കിൽ പ്രശസ്തി എന്ന് പറഞ്ഞാൽ സ്ഥാനമോഹങ്ങൾ. സ്തോത്രം. ദൈവമക്കളെ, ഇന്നത്തെ കാലത്ത് വളരെ ലജ്ജാകരമായ രീതിയിൽ ഞാൻ പറയട്ടെ, സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം വേണ്ട. എൻ്റെ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ദൈവം നിങ്ങളിൽ പ്രസാദിക്കണമോ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, അത് ലോകമറിയാനും ലോകക്കാരെ കാണിക്കാനും എൻ്റെ പേര് വലുതാക്കാനും വേണ്ടി ഞാൻ ചെയ്താൽ അതിന് ദൈവം 0 മാർക്കാണ് ഇടുന്നത്. സ്തോത്രം. ഞാനതിൽ നിന്ന് മടങ്ങി വരികയാണ്. സ്തോത്രം. അപ്പോൾ ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. സ്തോത്രം. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവ മക്കളായ ഒരുവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും, ലോകത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളും ഭോഗങ്ങളും നമ്മളെ പിടിക്കാൻ ഇടവരുത്തുകയില്ല. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് റോമാലേഖനം 12:1, 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ, സ്തോത്രം, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ലോകത്തിന് അനുരൂപമായി ഓടുന്നത് കൊണ്ടാണ് ദൈവമക്കളെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഇന്നത്തെ കാലഘട്ടം പോയിരിക്കുന്നത്. പിതാക്കന്മാരുടെ കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്തൊക്കെ ഈ ലോകത്തിന് അനുരൂപമാകാതെ ഓടിയത് കൊണ്ട് അവരെ ലോകം തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഇവർ മറ്റുള്ളവരെ പോലെ അല്ല, ഇവർ വേർപെട്ടവരാണ്, ഇവർ വ്യത്യസ്തരാണ്. അങ്ങനെ അവർ എടുത്ത ചില തീരുമാനങ്ങളാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇന്ന് ചിലർ പറയുന്നു,
അയ്യോ അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി. ഇത് വേദപുസ്തക അടിസ്ഥാനത്തിലെടുത്ത ചില തീരുമാനങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. ചില കാര്യങ്ങൾ ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് കളർ സാരി വേണ്ട, ഞങ്ങൾക്ക് കളർ ഷർട്ട് വേണ്ട. എല്ലാവരും കല്യാണത്തിന് നല്ല ഉടുത്തൊരുങ്ങി വരുമ്പോൾ സാധാരണ ഒരു സാരി ഉടുത്ത് സാധാരണ ഒരു കോട്ടൺ ഡ്രസ്സ് വിട്ട് കല്യാണത്തിന് പോകുന്ന പെന്തക്കോസ്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത് ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈബിളിലുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയാണ്. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ വേണ്ട. അവർ ആഭരണങ്ങൾ മാത്രമല്ല ഊരിയത് കേട്ടോ, അവർ പൗഡർ ഇടാത്ത ആൾക്കാരെ എനിക്കറിയാം, ചെരുപ്പിടാത്ത ആൾക്കാരെ എനിക്കറിയാം. സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ അന്നത്തെ കാലത്ത് ഈ ലോകത്തിൽ ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത് മാത്രമല്ല അവർ മാറ്റിയത് കേട്ടോ. പല കാര്യങ്ങളിൽ നിന്നും അവർ പുറമോട്ട് മാറിയപ്പോൾ അവരുടെ ദേശത്ത് ഒറ്റപ്പെട്ടു, അവരുടെ പഞ്ചായത്തുകളിൽ ഒറ്റപ്പെട്ടു, പല കല്യാണത്തിനും അവരെ വിളിക്കാതെ വന്നു. സ്തോത്രം. ദൈവദാസന്മാരോ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, അന്നത്തെ കാലത്ത് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിൻ്റെ അലയടികൾ മുന്നോട്ട് വന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഇത് ദൈവവചനത്തിലുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകാം. അതൊന്നും നല്ല ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം നിറയുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ലോകത്തോട് വെറുപ്പ് തോന്നും, ഈ ലോകത്തിലെ മോഹങ്ങളോട് വെറുപ്പ് തോന്നുന്നില്ലേ? അതിൻ്റെ അർത്ഥം ലോകം നിങ്ങളുടെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു, ലോകം നിങ്ങളുടെ അകത്ത് പിടിമുറുക്കിയിരിക്കുന്ന ഇതിൻ്റെ അകത്തുണ്ടോ? ദൈവവചനത്തിലുണ്ടോ? പത്രോസ് പറഞ്ഞോ പൗലോസ് പറഞ്ഞോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. ഇതൊക്കെ വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയാം. സ്തോത്രം. ഇതൊക്കെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് കേട്ടോ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. ഇതൊന്നും നമുക്ക് വിലയിടാൻ കഴിയത്തില്ല ദൈവമക്കളെ. പിതാക്കന്മാർ അങ്ങനെ ചെയ്തെങ്കിൽ അവരെ ഹല്ലേലൂയ അതിൻ്റെ പ്രതിഫലം അവർ വാങ്ങിക്കോളും. നമുക്ക് കഴിയുന്ന പോലെ നമുക്ക് ചെയ്യാം. സ്തോത്രം. അപ്പം ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന് അനുരൂപമായി ഒരു വ്യക്തിക്ക് ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ കഴിയുകയില്ല. സ്തോത്രം. അവൻ യഥാർത്ഥമായ ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏതെങ്കിലും നാമധേയ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ രജിസ്റ്റർ ബുക്കിൽ പേര് വരുന്നതോ പെന്തക്കോസ്ത് ദേവാലയത്തിൽ പേര് വരുന്നതോ അതൊന്നുമല്ല ക്രിസ്ത്യാനി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. എന്തുവാണ് ക്രിസ്ത്യാനിയുടെ ഡെഫിനിഷൻ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. അതിൻ്റെ അർത്ഥം എന്നാ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതിൻ്റെ അടുത്ത ഡെഫിനിഷൻ പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ക്രിസ്ത്യാനി എന്ന് നെഞ്ചു വിരിച്ചു പറയുന്നുണ്ടെങ്കിൽ അവൻ ഇല്ലാതാകണം, അവൻ ബിഗ് സീറോ ആകണം. എന്നിട്ട് അവൻ്റെ നാവ് കൊണ്ട് പറയുന്നതിന് മുമ്പ് ലോകം അവനെ നോക്കി പറയണം, ഹി ഈസ് റിയൽ ക്രിസ്ത്യൻ. അവൻ യഥാർത്ഥമായ ക്രിസ്ത്യനാണെന്ന് ലോകം നമ്മളെ കുറിച്ച് പറയണം. നമ്മൾ പേരും പറഞ്ഞുകൊണ്ട് നടന്നാവുന്ന ക്രിസ്ത്യാനിയാകത്തില്ല. ദൈവമക്കളെ നമ്മൾ ഇല്ലാതാക്കണം, തന്നെത്താൻ ത്യജിക്കണം, നമ്മുടെ സെൽഫിനെ ഡിനേ ചെയ്യണം, ഞാൻ ഇല്ലാതാകണം. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാക്കരുത്. രണ്ടാമത് സ്തോത്രം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ സ്തോത്രം ഇപ്രകാരം കാണുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ അകത്ത് അപ്പോസ്തലൻ വളരെ കർക്കശമായ ഒരു വിളിയാ വിളിക്കുന്നത്, വ്യഭിചാരിണികളായുള്ളോരേ. സ്തോത്രം. ഈ വാക്കിന്റെ അർത്ഥം ഭയങ്കരമാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് താഴോട്ട് വായിക്കണം എങ്കിലേ വിളിയുടെ അർത്ഥം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് അറിഞ്ഞിട്ടും അതിനകത്ത് പറയാണ്, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. നിങ്ങളുടെ കാര്യം ചിന്തിച്ചോണം ദൈവമക്കളെ. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സ്നേഹവുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകത്തില്ല. ഇവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, വ്യഭിചാരിണികളായുള്ളോരേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ദൈവമക്കളെ? സ്പിരിച്വൽ അഡൾട്ടറി, ആത്മീയ വ്യഭിചാരം. ഈ ലോകത്തിലെ 6 ദിവസം ഈ ലോകത്തിലെ ഭോഗങ്ങളിലും മോഹങ്ങളിലും എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് 7-ാം ദിവസം സൺഡേയിൽ വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത് വന്നിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിലെ മോഹങ്ങളിലും ഭോഗങ്ങളിലും സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിനേക്കാളും തരം താണ രീതിയിൽ ജീവിച്ച്
വായിക്കൂടെ വരുന്ന വാക്കുകൾ എന്തും വിളിച്ചു പറഞ്ഞ് ഏത് ദുഷ്പ്രവൃത്തികളും ചെയ്തിട്ട് ഗ്ലോറി പറയുന്നവനെ കുറിച്ച് പറയാണ് യു ആർ വ്യഭിചാരി, സ്പിരിച്വൽ അഡൾട്ടറി ചെയ്യുന്ന വ്യക്തിയാണെന്നാ പറഞ്ഞത്. ദൈവമക്കളെ, ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണ് ആത്മീയ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സേവിക്കുന്നത് പറയുകയും ലോകത്തെ സ്നേഹിക്കുകയും ലോകത്തിന്റെ മോഹങ്ങളിൽ കിടന്ന് ഉരുളുന്നതിനെ ദൈവം വെറുക്കുന്നു. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് യോഗ്യമല്ല ദൈവമക്കളെ. ഇതിൻ്റെ അകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കാണത്തില്ല. നമ്മളെ ഈ ലോകത്തിൽ ആൾക്കാർ കല്ലെറിയും. ഈ ലോകത്തിൽ നമ്മളെ ആൾക്കാർ ഓടിക്കും. നമ്മളെ സുവിശേഷപ്രവർത്തനം നടത്തുമ്പോൾ പണ്ടൊക്കെ മണ്ണ് വാരി എറിയുമായിരുന്നു. എൻ്റെ പിതാക്കൻ്റെ മാരുടെ കാലത്തൊക്കെ ഞാനിത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പാസ്റ്റർ മുട്ടൻ വർഗീസ് എൻ്റെ വല്യപ്പച്ചനാണ്. അപ്പച്ചൻ്റെ കാലത്ത്, സ്തോത്രം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് 1947 കാലഘട്ടങ്ങളിൽ അന്ന് മുട്ടം പ്രദേശത്തൂടെ വെള്ള ഉടുപ്പും വെള്ളം മുണ്ടുപെടുത്തിട്ട് 20 വയസ്സുള്ള സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ബൈബിൾ നെഞ്ചത്തോട് പിടിച്ച് ആ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അപ്പച്ചൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒറ്റ ദിവസം പോലും മോനെ എൻ്റെ വെള്ള ഉടുപ്പ് അഴുക്കാകാതെ ഞാൻ സഭാരാധനയ്ക്ക് എത്തിയിട്ടില്ല. എന്താ കാര്യം നിങ്ങൾക്കറിയാമോ? അന്ന് പേപ്പട്ടിയെ കല്ല് വാരി എറിയുന്നത് പോലെ, മണ്ണ് വാരി എറിയുന്നത് പോലെ, ചാണകം വാരി എറിയുന്നത് പോലെ അന്ന് വഴിയിൽ നിന്ന് ആൾക്കാർ വലിച്ചെറിയുമായിരുന്നു. എന്നിട്ട് ആ ഫെയ്ത്ത് ഹോമിന് അടുത്ത് വന്നിട്ടുള്ള ആ ബാത്റൂമിൽ കയറി ഈ ഉടുതുണി കഴുകി പിഴിഞ്ഞിട്ടാണ് സഭായോഗത്തിനിരിക്കുന്നത്. അന്നത്തെ കാലം അതായിരുന്നു ദൈവമക്കളെ. ലോകം നമുക്ക് യോഗ്യമല്ലായിരുന്നു. പക്ഷെ ഇന്നെന്തുകൊണ്ട് ലോകം യോഗ്യമായി? ഇന്നെന്തുകൊണ്ട് ലോകം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നറിയാമോ? നമ്മൾ കോംപ്രമൈസിന് തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കോംപ്രമൈസിന് തയ്യാറായിരിക്കുകയാണ്. ലോകം നമ്മളോട് കൂടെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ ലോകം നമുക്ക് സപ്പോർട്ടല്ല കേട്ടോ. നമ്മളെ സഹായിക്കാൻ ആരും കാണത്തില്ല. ഇനി ഏതെല്ലാം സംഘടന നിങ്ങൾ രൂപീകരിച്ചാലും, ഏതെല്ലാം വലിയ വലിയ ഹൈ ലെവലിൽ നമുക്ക് പൊളിറ്റീഷ്യൻസ് ഉണ്ടായാലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരുടെയൊക്കെ സഹായം വെറും ഹല്ലേലൂയ സീറോയാണ് മക്കളെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കണം. നമ്മുടെ പിതാക്കന്മാർ അതാ ചെയ്തത് കേട്ടോ. പ്രതിസന്ധികൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അന്ന് അവർ ദൈവത്തിന് മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇന്ന് മുട്ടുമടക്കാത്തത് കൊണ്ട് അത്ഭുതങ്ങളില്ല. സ്തോത്രം. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അറിയാമോ? ഹല്ലേലൂയ. ലോകത്തോടുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം, രണ്ട് സ്നേഹത്തോട് ഒരുമിച്ച് പോകത്തില്ല. ദൈവസ്നേഹവും ലോകസ്നേഹത്തോട് ഒരുമിച്ച് പോകത്തില്ല. 50-50 പരിപാടി ദൈവത്തിന്റെ പരിപാടിയല്ല. അല്ല ബാസേ, ഞാനൊരു 90% കർത്താവിനെ സേവിക്കുന്നുണ്ട്, 10% മനുഷ്യരല്ലേ. ഈ ലോകത്തിലെ ചില മോഹങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതോട് ഞാൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, പൂർണ്ണത ഇല്ലാത്ത ഒന്നും ദൈവത്തിന് വേണ്ട. കർത്താവിന് ആഗ്രഹം നിന്റെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. സ്തോത്രം. അങ്ങനാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ആണുവിട വ്യതിചലിക്കാൻ കഴിയത്തില്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് എന്നോട് ചോദിച്ചെന്നിരിക്കട്ടെ, എത്രത്തോളം എന്നെ താങ്കൾ സ്നേഹിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ ഒത്തിരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല, എന്നാലും ഒരു അളവ് പറഞ്ഞാൽ കൊള്ളാം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഭാര്യ സന്തോഷിക്കട്ടെ, കുറയണ്ട, ഒന്ന് കൂട്ടി പറഞ്ഞേക്കാം. ഇത് ഉദാഹരണമാണ്. 99% ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 99%. 1% നമുക്ക് വിട്ടുകളയാം, എറർ വിട്ടുകളയാം. പുള്ളിക്കാരി സന്തോഷമായില്ല. പുള്ളിക്കാരി പറയുന്നില്ല, 99% എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ 1% എന്താ കളയുന്നത്? എനിക്ക് 100% വേണം. ഇല്ല, 100% തരാൻ കഴിയില്ല. നമ്മൾ ഡെറ്റോളിൻ്റെ ഒക്കെ പരിചയം കണ്ടിട്ടില്ലേ? ഡെറ്റോളൊക്കെ 99% അവർ കാണിക്കും, പക്ഷെ 1% വിട്ടുകളയും. അല്ലെങ്കിൽ 99.9 കാണിക്കും, 1% വിട്ടുകളയും. ഞാൻ പറഞ്ഞു, 1% വിട്ടുകളാ. ഇല്ല, എനിക്ക് ആ 1% വേണം. ഞാൻ പറഞ്ഞു, എനിക്ക് തരാൻ കഴിയില്ല. മറ്റൊരു യുവതിയെ ഞാൻ 1% സ്നേഹിക്കുന്നുണ്ട് എന്നെൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ അഗ്രി ചെയ്യുമോ? കുഴപ്പമില്ല, എനിക്ക് 99% താങ്കൾ തരുന്നുണ്ടല്ലോ, 1% മറ്റൊരാൾക്ക്, നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ സമ്മതിക്കുമോ? ലോകത്തിൽ ഒരു ഭാര്യമാരും ഒരു ഭർത്താക്കന്മാരും സമ്മതിക്കത്തില്ല 1% മറ്റൊരാൾക്ക് വേണ്ടി. പ്രിയ സുഹൃത്തെ, ഈ ലോകത്തിലെ കുടുംബജീവിതം അങ്ങനാണെങ്കിൽ യേശുവിന് വേണ്ടി മുഴു ഹൃദയം കൊടുത്തിറങ്ങി തിരിച്ച ഞാൻ ഈ ലോകത്തിലെ മോഹങ്ങളിലും ഭോഗങ്ങളിലും 1% മൂങ്ങി പോയാൽ ദൈവം സന്തോഷിക്കുമോ? അതിനാണ് സ്പിരിച്വൽ അഡൾട്ടറി എന്ന് പറയുന്നത്, ആത്മീയ വ്യഭിചാരം. സ്തോത്രം. കുടുംബജീവിതത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ പോയാൽ അവനെ വിളിക്കുന്ന വ്യഭിചാരി എന്നാണ് വിളിക്കുന്നത്. മറ്റൊരാൾ
കൂടെ നടക്കുന്നവനെ വ്യഭിചാരി എന്ന് വിളിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദൈവത്തെ സേവിക്കുന്നത് പറയും ദൈവത്തെ മറന്ന് മറ്റു ചിലതിൻ്റെ പുറകെ പോകുന്നവനെ. ദൈവമക്കളെ, ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ മുഴുഹൃദയം കർത്താവിൻ്റെ സെല്ലിലേക്ക് സറണ്ടർ ചെയ്യാം എന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, ഞാൻ ഈ ലോകവും ദൈവമായിട്ട് നടക്കുകയായിരുന്നു, ഇല്ല, ഇന്നു മുതൽ ഈ ലോകത്തിലെ മോഹങ്ങളും ഭോഗങ്ങളും എനിക്ക് വേണ്ട, എൻ്റെ കർത്താവ് എനിക്ക് മതി എന്ന് പറഞ്ഞൊന്ന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് സറണ്ടർ ചെയ്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. തടയപ്പെട്ട് കിടക്കുന്നതൊക്കെ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഈ ജീവിതത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. വിജയം വരിക്കാൻ പോവുകയാണ്. വിജയം, വിജയം, ഹല്ലേലൂയ. ജീവിതത്തിൽ തോൽവി അടഞ്ഞ് കിടക്കുകയാണോ? ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇല്ല, നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ ഓടി വരാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ വിഷയം പാപമാണ്. സ്തോത്രം. രണ്ടാമത്തെ വിഷയം പാപമാണ്. പാപം, സ്തോത്രം, മനുഷ്യനെ, സ്തോത്രം, ചതിക്കും. പാപത്തിന്റെ പരിപാടി ഹല്ലേലൂയ. മുന്നിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവനൊരു ട്രാവലറായിട്ടേ വരത്തുള്ളൂ. അവൻ വാതൊക്കെ കിടക്കും. പാപത്തിന്റെ പരിപാടി പതുങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ട്രാവലറായിട്ട് വരിക എന്ന് പറഞ്ഞ് വഴിപോക്കൻ. ഈ വഴിപോക്കനായിട്ട് പാപം വരിക എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. അത് പാപം ഒരിക്കലും ഒരു വീടിനകത്ത് കയറാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പുറത്ത് വന്ന് നോക്ക് ചെയ്യും. നമ്മളെ ഈ പാപത്തെ കാണുന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാം. ദാവീദിൻ്റെ ചരിത്രമാണ്. ദാവീദ് ബത്ശേബയെ കൈക്കലാക്കാൻ വേണ്ടി ഒരു പാപത്തിൻ്റെ വഴി ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മുടെ നാഥാം പ്രവാചകൻ പറയുന്ന ഒരു പ്രവചന വാക്കാണ്. അദ്ദേഹത്തോട് ദൂത് പറയാണ്, നീ ഒരു വലിയ കൊലപാതകം ചെയ്തു. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു വഴിയാത്രക്കാരൻ, വഴിപോക്കൻ വന്നപ്പോൾ അവനെ വിളിച്ചകത്ത് കയറ്റി ആഹാരം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ വഴിപോക്കാനായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പാപം ഒരിക്കലും ഒരു മനുഷ്യനിലേക്ക് വന്ന് അവൻ ഇടിച്ചു കയറാൻ കഴിയത്തില്ല. നമ്മൾ കൊടുത്തെങ്കിലേ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറി വന്ന് നോക്കിയും നമ്മൾ തുറന്നു കൊടുത്ത് അവനോട് സംസാരിക്കാം. ഗോ വേ, ഗെറ്റ് ഔട്ട് എന്ന് പറയാം. നീ എന്നോട് സംസാരിക്കണ്ട, ഞാനും നിന്നോടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു വിടാം. പക്ഷേ വെൽക്കം എന്ന് പറഞ്ഞാൽ ലിവിങ് റൂമിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എൻ്ററിങ് ലിവിങ് റൂമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിലേക്ക് വരും. ഡൈനിങ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ വരും. ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഇതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥമുണ്ട് കേട്ടോ. ഞാനതിലേക്ക് പോകുന്നില്ല, സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട്. ഈ ഡൈനിങ് ഹാളും ലിവിങ് റൂമും ബെഡ്റൂമും ഒക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ ഏരിയാസാണ്. നമ്മുടെ മൈൻഡിൻ്റെ വ്യത്യസ്തമായ ഏരിയാസ്. നമ്മുടെ കണ്ണിൽ കൂടെ കയറുന്ന പാപം നമ്മുടെ ബ്രെയിനിലേക്ക് കയറും. ബ്രെയിനിൽ നിന്ന് അത് നമ്മുടെ ശരീരത്തേക്ക് വ്യാപരിക്കും. ശരീരത്തിൽ നിന്ന് അത് പാപമായി പുറത്തു വരും. ഓരോ പടികളായിട്ടാണ് പാപം നമ്മളിൽ ആധിപത്യം ചുമത്തുന്നത്. അത് തന്നെയാണ് ദാവീദിലും സംഭവിച്ചത്. അദ്ദേഹത്തിന് എത്രയോ പ്രാവശ്യം ഈ പാപത്തെ ഗെറ്റ് ഔട്ട് അടിക്കാമായിരുന്നു. അദ്ദേഹം ഗെറ്റ് ഔട്ട് അടിച്ചില്ല. ഓരോ നിമിഷം ചെല്ലും തോറും പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ആ മനുഷ്യൻ പോയി. അപ്പോൾ ഈ പാപത്തെ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്തിനാ? പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യന്, ഈ ലോകത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യവേഷമെടുത്ത് ദാസനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്താ ചെയ്തത്? പ്രസംഗിച്ചിട്ട് പോവുകയായിരുന്നു? അല്ല. പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോവുകയായിരുന്നു? അല്ല. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രായച്ചിത്തയാഗം. ഓ ഹല്ലേലൂയ. ആട്ടുകൊറ്റന്മാരുടെയും കുഞ്ഞാടുകളുടെയും കുറുപ്രാവിൻ്റെ ഒക്കെ രക്തം അല്പസമയത്തേക്ക് മാത്രം പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ, എന്നാൽ യേശുക്രിസ്തുവിന്റെ പുണ്യയാഗ രക്തം ഹല്ലേലൂയ 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 എന്നേക്കുമായി സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി അല്ലെങ്കിൽ പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ദൈവമക്കളെ, ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാത്തൊരു സംഭവം മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ പാപത്തിന് പരിഹാരമില്ല. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം അല്ലെങ്കിൽ സകല പാപവും അല്ലെങ്കിൽ ക്ഷമിക്കുന്നു, പോക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ പാപത്തിന് പരിഹാരമില്ല. എന്താ കാര്യം എന്നറിയാമോ? ലോകത്തിലെ ഏതെല്ലാം മാർഗങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങൾ പാപഭാരത്താൽ വീണ്ടും നിങ്ങൾ ഓടും. പാപഭാരത്താൽ നിങ്ങൾ വീണ്ടും അലയും. വീണ്ടും നിങ്ങൾ തീർത്ഥാടനങ്ങൾ നടത്തും. എന്താ? ഈ പാപഭാരം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നേക്കുമായി ആ പാപത്തിൻ്റെ ഭാരം നീങ്ങണമോ? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ ഈ പാപത്തിന് പരിഹാരം വരികയുള്ളൂ.
നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ പഴയ നിയമകാലത്തേക്ക് ശ്രദ്ധ തിരിച്ചാൽ, അന്ന് ഒരു ആടിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോലാട്ടുകൊറ്റൻ്റെയോ അല്ലെങ്കിൽ ഒരു കാളക്കിടാവിൻ്റെയോ ഒക്കെ ആ രക്തം എടുത്ത് പുരോഹിതൻ കാണുകയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പുരോഹിതനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അന്ന് നമുക്ക് കണ്ണുകൊണ്ട് പലതും കാണാം. ആ രക്തം തളിക്കുന്നത് കാണാം, ആ രക്തം ഒഴിക്കുന്നത് കാണാം, ഇതെല്ലാം നമുക്ക് കാണാം. ഇത് കണ്ടിട്ട് സന്തോഷത്തോടെയാണ് എൻ്റെ പാപം മോചിച്ചു എന്ന് ചിന്തിച്ച് മടങ്ങിപ്പോകുന്നത്. പക്ഷേ ഇന്ന് ആ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം ഹല്ലേലൂയ നമുക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല കേട്ടോ. യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ലോകത്തിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഹല്ലേലൂയ ഈ ഭൂമിയിൽ, ഹല്ലേലൂയ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ തന്നെ, ഈ കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു യാഗമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അനേകരുടെ പാപത്തെ കർത്താവ് മോചിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട കാര്യം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിൽ വന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ അനേകരോട് പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു യാഗമാകുന്നതിന് മുമ്പ് പാപം മോചിക്കാനുള്ള അധികാരം യേശുവിനുണ്ടോ? ഉണ്ട്. സകലത്തിൻ്റെ ഉടയവനായ, സകല നാമത്തിനും മേലായ നാമമായ യേശുക്രിസ്തു, ഹല്ലേലൂയ, ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട്. തൻ്റെ വാക്കു പറയുമ്പോൾ തന്നെ ആ പാപം മോചിക്കപ്പെടും. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ, ആ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിയ യേശുവിൻ്റെ രക്തം, ദൈവമക്കളെ, നമ്മുടെ കൈ മുറിഞ്ഞാൽ ബ്ലഡ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ക്ലോട്ടാവും. അതിൽ കൂടുതലൊന്നും പോകത്തില്ല. അല്ല, ഇനി ശരീരത്തെ 5.5 ലിറ്റർ ബ്ലഡ് താഴെ വീണെന്ന് വിചാരിച്ചോ, 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അല്ലെ അരമണിക്കൂർ ക്ലോട്ടാവും മുഴുവൻ. പിന്നെ അത് ഒഴുകത്തില്ല. പക്ഷെ 2025 വർഷമായിട്ടും ആ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ ഒഴുക്കപ്പെട്ട പുണ്യാഗ രക്തം ഇന്നും അത് ക്ലോട്ടാകാതെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്താ? അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരമായി, അനേകരുടെ രോഗങ്ങൾക്ക് ആ അടിപ്പിറന്ന് വ്യാപരിച്ച പുണ്യാഗ രക്തം രോഗങ്ങൾ സൗഖ്യമാകുന്നു. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സംഭവം അവിടെ ചലിക്കുന്നുണ്ട് കേട്ടോ. യേശുവിൻ്റെ ബ്ലഡ് ഒഴുകുക നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല. പക്ഷേ ഒരു മനുഷ്യൻ, കർത്താവേ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന നിമിഷം കണ്ണുകൊണ്ട് കാണാതെ ആ യേശുവിൻ്റെ രക്തം അവൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയുകയാണ്. കർത്താവേ, അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം നിങ്ങൾ കണ്ണുകൊണ്ട് കാണാതെ യേശുവിൻ്റെ അടിപ്പിണന്ന് പുറപ്പെട്ട ആ പുണ്യാഗ രക്തം നിങ്ങളുടെ മേൽ വ്യാപരിച്ചിറങ്ങുകയാണ്. ദൈവമക്കളെ, പണ്ടത്തെ യുഗം ഇന്നത്തെ യുഗം നമ്മൾ വ്യത്യാസമുണ്ട് കേട്ടോ. പണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ കണ്ണുകൊണ്ട് കാണുന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോരാട്ടങ്ങളും എല്ലാം, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ, യാഗങ്ങളെല്ലാം. ഇന്ന് അതെല്ലാം മാറി കേട്ടോ. എന്നാൽ ഇന്ന് നമ്മൾക്ക് ആത്മാവിൽ മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. ആത്മാവിൽ ചലിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. പാപത്തെ ജയിക്കാൻ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ആത്മാവിന് മാത്രമേ, ആത്മാവ് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ പോക്കി, നമ്മുടെ ശാപങ്ങളെ നീക്കി. പക്ഷേ അതെന്നേക്കുമായി നീക്കി എന്ന് പറഞ്ഞാൽ അന്ന് വരെ ചെയ്ത സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ 2050 ഞാൻ ചെയ്യാൻ പോകുന്ന പാപം ക്ഷമിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. 2030 ഞാൻ ചെയ്യാൻ പോകുന്ന പാപം ക്ഷമിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ അന്ന് വരെ ചെയ്ത സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു. പക്ഷേ മുന്നോട്ട് പാപം ചെയ്യാതെ ജീവിക്കണം. ഹല്ലേലൂയ. അതിനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. പാപം ചെയ്തു പോയാൽ, അബദ്ധവശാൽ പാപം ചെയ്തു പോയാൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഗലാത്യലേഖനത്തിലൊക്കെ വാക്യങ്ങളുണ്ട്. പാപത്തോടെ ജയിക്കുവാൻ നമ്മുടെ കഴിവുകൊണ്ട് കഴിയത്തില്ല, നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല. അതിനാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനും ഉപവസിക്കാനും ഒക്കെ ദൈവം നമുക്ക് സാവകാശം തന്നിരിക്കുന്നത് ഈ പാപത്തെ ജയിക്കാനാണ് ദൈവമക്കളെ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ പാപത്തിന് കീഴ്പ്പെടരുത്, പാപത്തിന് അടിമപ്പെടരുത്, അവന് അടിമയാകരുത്, അവൻ നമ്മളെ വാഴരുത്. സ്തോത്രം. പാപം നമ്മളിൽ വാണാൽ പാപം നമ്മളെ നിത്യം നരകത്തിലെത്തിക്കും. സ്തോത്രം. ഇവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, പാപം ചെയ്യുന്നൊരു വ്യക്തി ദൈവ പൈതലല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയുകയില്ല.
ദൈവത്തിൽ ജനിച്ചവൻ, വീണ്ടും ജന്മം പ്രാപിച്ചവന് പാപത്തിൽ ജീവിക്കാൻ കഴിയില്ല. പിന്നെ അബദ്ധവശാൽ പാപം ചെയ്താൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കണം. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി അപ്പാ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു പോയി എന്ന് ദൈവത്തോട് ക്ഷമ ചോദിക്കണം. മനസ്സാക്ഷി നിങ്ങളെ കുത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, നിങ്ങൾ പാപം ചെയ്തു, നിങ്ങളത് പിന്മാറ്. പരിശുദ്ധാത്മാവിന് പാപം ചെയ്യുന്ന ദേഹിൽ ഇരിക്കാൻ കഴിയില്ല ദൈവമക്കളെ. അതുകൊണ്ട് പാപം ചെയ്ത് മുന്നോട്ട് പോകരുത്. മൂന്നാമത്തെ വിഷയം പിശാചാണ്. സ്തോത്രം. മൂന്നാമത്തെ ശത്രു പിശാച്. പിശാച് ഉപായത്താൽ ചതിക്കുന്നവനാ. ഹവ്വായെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ അവൻ്റെ പരിപാടി കംപ്ലീറ്റ് ഉപായത്തിലാണ്. സ്തോത്രം. പിശാചിനെ ജയിക്കുവാൻ ഒറ്റ വഴിയുള്ളൂ. പിശാചിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക. ദൈവത്തിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിശാച് ശക്തനാണ്, മറന്നുപോകരുത്. പിശാച് ശക്തനാണ്, പക്ഷെ ദൈവം സർവശക്തനാണ്. പിശാച് നമ്മളെക്കാൾ ശക്തനാണ്, അതും മറന്നു പോകരുത്. നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യരാകുന്ന നമുക്കെല്ലാം പിശാചിനോട് പോരാടാന്നാണ്. മനുഷ്യരാകുന്ന നമുക്ക് പിശാചിനോട് പോരാടാൻ കഴിയത്തില്ല. അവൻ നമ്മളെ ഫുട്ബോൾ തട്ടുപോലെ തട്ടും. പക്ഷേ നമ്മൾ പോരാടുന്നത് ദൈവാത്മാവിലാണ്. ദൈവത്തോട്, ദൈവം നമ്മളിൽ അകത്ത് വസിച്ചെങ്കിൽ മാത്രമേ പൈശാചിക മണ്ഡലം നമുക്ക് പോരാടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പിശാചിനോട് പോരാടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക. ദൈവം, നമ്മുടെ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കണം. നീ ഒരു ദൈവ പൈതലായി തീരണം. ബോൺ അഗെയിൻ, വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയായിരിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വസിക്കണം. എങ്കിൽ മാത്രമേ പിശാചിനോട് പോരാടാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. സ്തോത്രം. പിശാചിനോട് പോരാടുക എന്ന് പറഞ്ഞാൽ സർവായുധവർഗം ധരിക്കണമെന്നാണ് എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്. അത് ഞാൻ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു നമ്മൾ സർവായുധവർഗം ധരിക്കണം. അവിടെ പറയുന്നത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ അമിത ബലം ലഭിക്കത്തുള്ളൂ. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പലതിനും കൂടെ ഇരിക്കാൻ സമയമുണ്ട്. ഏതിനോട് കൂടെ നീ ഇരിക്കുന്നോ ആ പവർ നിന്നിൽ വ്യാപരിക്കും. നിന്റെ മൊബൈലിൽ കൂടെയാണ് നീ 24 മണിക്കൂർ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെല്ലാം ശക്തി വ്യാപരിക്കുന്നോ അതെല്ലാം താങ്കളിലേക്ക് വ്യാപരിക്കും. പക്ഷെ നീ ദൈവത്തോടു കൂടെ ഇരിക്കുന്നവനാണോ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ, ഉപവസിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ, അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. അതാ പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഇതൊരു ഡെയിലി എക്സ്പീരിയൻസ് ആണ്, ഡെയിലി എക്സസൈസ് ആണിത്. ഈ ശക്തിപ്പെടുക എന്ന് പറയുന്നത്. സ്തോത്രം. ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസം ജിമ്മിൽ പോയി ഫിറ്റ്നസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയത്തില്ല. ഫിറ്റ്നസ് സെൻറ്ററിൽ പോയ ഒരു മനുഷ്യൻ അവൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവൻ്റെ ശരീരം ബോൾഡായി മാറത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബോൾഡ് ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ എക്സസൈസ്, പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തിൻ്റെ വചനധ്യാനവും ഇതെല്ലാം നമുക്കുണ്ടാകണം. സ്തോത്രം. ഈ ഉപവാസം എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് ആൾക്കാരും കൺഫ്യൂഷൻ ആവും. ഉപവാസം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എല്ലാ ദിവസവും ഉപവസിക്കാൻ പറ്റുമോ? ഉപവാസം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ചിന്ത ആഹാരം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആഹാരം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഉപവാസം എന്ന് പറയുന്നത്. ഉപവസിക്കുക, ദൈവത്തോടു കൂടെ വസിക്കുക. ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ സന്തോഷത്തിൽ ആഹാരം മറന്നു പോകാം, ആഹാരം കഴിക്കാനൊക്കെ മറന്നു പോകാം. പക്ഷെ ആഹാരം മാത്രമല്ല മാറ്റേണ്ടത്. നിന്റെ ടൈം കവർന്നുകൊണ്ട് പോകുന്ന നിന്റെ മൊബൈൽ മാറ്റി വെക്കണം. നിന്റെ സുഹൃത്ത് ബന്ധങ്ങൾ ആ സമയത്ത് മാറ്റി വെക്കണം. മൊബൈൽ മാത്രമല്ല, ന്യൂസ് പേപ്പർ മാറ്റി വെക്കണം. നീ ദൈവത്തോട് കൂടി ഇരിക്കാൻ ആഗ്രഹമുണ്ടോ? നീ ദൈവത്തോട് കൂടെ ഒരു മുറിക്കകത്ത് കയറിയിരുന്ന്, അല്ലെങ്കിൽ ഒരു ഫ്ലാസ്ക് വെള്ളവും ഒരു ഗ്ലാസ്സുമായിട്ട് അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവിടെ ആഹാരം മാത്രം മാറ്റിയാൽ പോരാ, ദൈവത്തിൽ നിന്നെ അകറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അത് അക്കരെ നിർത്തണം. എന്നിട്ട് 3 ദിവസം മാത്രം പോകാനല്ല ദൈവാത്മാഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പുറമോട്ട് വലിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അത് നിൻ്റെ ജീവിതാവസാനം വരെ മാറ്റി നിർത്തിയ സന്തോഷം. 3 ദിവസം മാത്രം വിശുദ്ധിയോടെ ജീവിച്ച് ഉപവസിച്ചിട്ട് 4-ാം ദിവസം തൊട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അതൊന്നും യഥാർത്ഥമായ ദൈവത്തോട് വസിക്കുന്ന കാര്യമല്ല. ദൈവം നമ്മളോട് വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും വസിക്കാൻ ആഗ്രഹിക്കുന്നു. 3 ദിവസം മാത്രമല്ല, 21 ദിവസം മാത്രമല്ല കേട്ടോ. ഉപവസിക്കുന്നവർ അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെടുക്കുന്ന ട്രെയിനിങ്, നിങ്ങളെടുക്കുന്ന എക്സ്പീരിയൻസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കും പാസ്റ്റർ മൊബൈൽ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ടൈം മോഷ്ടിക്കുന്നുണ്ടോ? നിങ്ങളുടെ മൊബൈൽ ടൈം മോഷ്ടിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹല്ലേലൂയ പല കാര്യങ്ങളും, സംസാരങ്ങളും, കൂട്ടുകെട്ടുകളും നിങ്ങളുടെ ടൈമിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സമയം, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന സമയം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? അങ്ങനാണെങ്കിൽ പിശാച് നിങ്ങളെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞു, അവൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. ദൈവദാസന്മാരായിക്കോട്ടെ,
ദൈവമക്കളായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ആരും ആയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സമയം പിശാച് കവർന്നുകൊണ്ട് പോകുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം നിങ്ങളെ അവൻ ടാർഗറ്റ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പാപത്തെ ജയിക്കാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കണം. അങ്ങനെയാണ് ഗലാഷ്യൻസ് ചാപ്റ്റർ പറയുന്നു, 5-ാം അധ്യായം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വന്ന് അന്യഭാഷ കൈകൊട്ടി ആരാധിച്ചോ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അന്യഭാഷ പറഞ്ഞോ, കൈകൊട്ടിക്കോ, നൃത്തം ചെയ്തോ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആത്മാവിനെ അനുസരിക്കണം. എന്തുവാണ്? തെറ്റായ പാതയിലേക്ക് പോകുമ്പോൾ സ്തോത്രം, നോ, പോകരുത് എന്ന് ആത്മാവ് സംസാരിക്കും. മാറ്റിവെക്കാൻ തയ്യാറാകണം, പോകാതിരിക്കാൻ നോക്കണം. അതാണ് ആത്മാവിനെ അനുസരിക്കാൻ. അങ്ങനാണെങ്കിൽ മാത്രമേ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കത്തുള്ളൂ, പാപ സ്വഭാവങ്ങൾ നമ്മളെ പിടിമുറുക്കാതിരിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന വിജയമല്ല കേട്ടോ. ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, നിങ്ങൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ഇന്നലെ വരെ ജീവിച്ച പോലെ അല്ല കേട്ടോ ഇന്ന് ജീവിക്കേണ്ടത്. പിന്നെയോ ഹല്ലേലൂയ കർത്താവേ, ഞാൻ ഇന്നലെ ആ പാപം ചെയ്ത് വീണുപോയി, ഇല്ല എന്ന് ഞാൻ വീഴത്തില്ല. ഇല്ല, 2025 ജീവിച്ച പോലെ അല്ല, 2026 എനിക്ക് എൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കണം, എൻ്റെ ദൈവത്തെ എനിക്ക് കൂടുതൽ സ്നേഹിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മരണം എന്ന് പറയുന്നത് ഇന്നത്തെ മനുഷ്യൻ്റെ, ലോക മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടിയാണ് മരണം. മരണത്തെ ഭയമില്ലാത്തവരാരുമില്ല. ആരെല്ലാം ഇനി ഭയമില്ലെന്ന് പറഞ്ഞാലും മരണത്തിൻ്റെ ഹല്ലേലൂയ ആ ഒരു സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ഭയമുണ്ടാകും. മരണഭയം മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നത്? അവസാനത്തെ ശത്രുവായ മരണത്തെ ദൈവം തോൽപ്പിച്ചു. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തോൽപ്പിച്ചു. അവൻ മരണത്തിന്മേൽ ജയം പ്രാപിച്ചു. കല്ലറയ്ക്ക് എൻ്റെ കർത്താവിനെ ഒതുക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. എന്നാൽ അവനിൽ വസിക്കുന്നവൻ, യേശുവിൽ വസിക്കുന്നവൻ, ക്രിസ്തുവിൽ വസിക്കുന്നവൻ, ക്രിസ്തു അകത്ത് വസിക്കുന്നവൻ ഈ മരണത്തെ ഭയപ്പെടാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? സ്തോത്രം, അവനറിയാം മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ മരണം മനുഷ്യന് ഭയമായി മാറുന്നതിൻ്റെ കാര്യം അതാണ്. മരണത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. എന്താ മരണം? മരണത്തിനപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത്. നമ്മൾ അറിയണം ചില കാര്യങ്ങൾ, എങ്കിലേ മരണഭയം മാറുകയുള്ളൂ കേട്ടോ. മരണത്തെക്കുറിച്ച് എന്താണ് മരണം? ഈ ലോകത്തിൽ ഹല്ലേലൂയ പാപം കയറി വന്ന് അതിൻ്റെ പരിണിത ഫലമാണ് മരണം. നമ്മൾ പിള്ളേരൊക്കെ പഠിക്കുന്നൊരു വാക്യമുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണം. ഹല്ലേലൂയ. പാപത്തിൻ്റെ കൂടെ കയറി വന്ന ഗിഫ്റ്റാ മരണം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തോൽപ്പിച്ചു. എന്താ? ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ജനിച്ചവൻ മരിക്കണം, അതോടുകൂടി സകലതും കഴിഞ്ഞെന്ന് മനുഷ്യൻ വിചാരിച്ചിട്ടാണ് അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നത്. മരണത്തോടുകൂടി സകലം അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ ദുഷ്പ്രവൃത്തിയിലേക്ക് പോകുന്നത്. ഞാൻ പല വ്യക്തികളോട് ഞാൻ പബ്ലിക്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അനേകർ എന്നോടൊന്ന് പറഞ്ഞോട്, സുഹൃത്തെ, മരണത്തിന് ശേഷം ആര് പറഞ്ഞു വന്നിട്ടുണ്ട്? മരണത്തിന് ശേഷം ജീവിതമുണ്ടോ? നിങ്ങൾ വെറുതെ വിഡ്ഢിത്തം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കരുതെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഞാൻ മരിച്ചിട്ട് ജനിച്ചു വന്ന ആളല്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ ഹല്ലേലൂയ അവൻ്റെ മരണം കൊണ്ട് അവന് ജീവിതം അവസാനിക്കത്തില്ല. അവൻ്റെ മരണം എന്ന് പറയുന്നത് അവന് സ്തോത്രം ലാഭമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. മരിക്കുന്നത് എങ്ങനെയാണ് ലാഭമാകുന്നത്? സ്തോത്രം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയ്യോ എൻ്റെ ഈ ജീവിതം അഴിഞ്ഞു പോയേ, എൻ്റെ ജീവിതം തീരുകയാണല്ലോ, ഞാനിപ്പം മരിക്കുവേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നെഞ്ചത്തടിച്ചൊക്കെയാണ് മരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ദൈവാത്മാ വിളിച്ചു പറയാണ്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് നിത്യ യുഗമാണ്. നിങ്ങളിവിടെ ജീവിക്കുന്നത് 70, 80, 90 അല്ലെ 100 വർഷമായിരിക്കാം. ഈ 100 വർഷം കഷ്ടതയും രോഗവും ക്യാൻസറും കടവും പട്ടിണിയും ഒക്കെ നിറഞ്ഞതാണ്. പക്ഷേ ഒരു നിത്യജീവിതമുണ്ട് സുഹൃത്തുക്കളെ. ഈ നിത്യജീവിതത്തിൽ നിങ്ങൾ എത്തണോ? ഈ ലോകത്തിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇനി ആരെല്ലാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം പോലെ ഞാൻ വിളിച്ചു പറയുന്നു. നിങ്ങൾ പറയുന്നില്ല ഇത് ക്രിസ്ത്യാനികളുടെ അടവാ. ദൈവമക്കളെ, ഇത് ക്രിസ്ത്യാനികളുടെ അടവല്ല. നിങ്ങളെ പെന്തക്കോസിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ യേശുവിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചിട്ട് എന്തോ സാധിക്കാനാ? ഒരു വാക്യ സത്യത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ക്രിസ്തുവിനാകാത്ത ഒരു വ്യക്തിക്ക് നിത്യജീവനില്ല. ഈസിയാണ്. ഒരു മെഴുകുതിരി കത്തിക്കണ്ട, 1 രൂപ നിങ്ങൾ നേർച്ച കൊടുക്കണ്ട. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ, ഞാൻ പാപിയാണ്, ആ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ.
നിങ്ങൾ ആത്മാർത്ഥത ഏറ്റു പറയാൻ തയ്യാറാണോ? നിങ്ങൾ ആ ദൈവരാജ്യത്തിന് അവകാശിയായി മാറും. ഒരു പൈസ മുടക്കില്ല. നിങ്ങളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കും. ഒരു നിമിഷം കണ്ണുകളടച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. അവസാനമാണെന്ന് വിചാരിച്ചിട്ടാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ല സുഹൃത്തെ, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ജയിക്കുന്നവന് ആ കിരീടം ലഭിക്കും. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ലോകത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, മരണത്തെ ജയിച്ച് നിത്യതയിൽ യേശു ക്രിസ്തുവിനോട് കൂടെ വാഴാം. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും സകലത്തിൻ്റെ ഉടയവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും കടന്നു പോകുന്നപ്പ പ്രകൃതി ക്ഷോഭത്തിൽ അനേകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണമേ, അവരെ സഹായിക്കണമേ കർത്താവേ. പാപഭാരത വലയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പാപത്തിൽ നിന്ന് പുറത്തു വരട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അവരെ ശല്യപ്പെടുന്ന ദുഷ്ടപിശാചിന് ആധിപത്യം അവർ വിട്ടുമാറട്ടെ കർത്താവേ. അവർക്ക് കർത്താവ് ദൈവിക സമാധാനം നിറയ്ക്കണമേ. മരണഭീതി അവർ പുറത്തു വരട്ടെ കർത്താവേ. കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ഉണ്ടാകരുത്, ദുർമരണങ്ങൾ ഉണ്ടാകരുതപ്പ, ആപത്തർഥം ഉണ്ടാകരുത് കർത്താവേ. ജനത്തെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് വരാറായി. നമുക്കൊരുങ്ങാം. ഗോഡ് ബ്ലെസ് യു.